സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനധികൃതമായി തട്ടിയെടുത്ത ജീവനക്കാരെ സംരക്ഷിച്ച് സർക്കാർ. അന്വേഷണങ്ങൾ പ്രഹസനമാക്കി കുറ്റക്കാരെ സർവീസിൽ തിരിച്ചെടുക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം മാത്രം 16 പേരെ വകുപ്പിൽ തിരിച്ചെടുത്തു. അർഹതപ്പെട്ടവർക്ക് അവകാശപ്പെട്ട സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തട്ടിയെടുത്ത ജീവനക്കാരോടാണ് സർക്കാരിന്റെ മൃദു സമീപനം. വകുപ്പ് തല നടപടിയുടെ ഭാഗമായി സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥരെ വീണ്ടും സർവീസിലേക്ക് തിരിച്ചെടുക്കാനാണ് സർക്കാർ ഒരുങ്ങുന്നത്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം റവന്യൂ വകുപ്പിൽ നിന്ന് 16 ഉദ്യോഗസ്ഥരെ തിരികെ സർവീസിൽ പ്രവേശിപ്പിച്ചുകൊണ്ട് ഉത്തരവിറങ്ങിയിരുന്നു. തട്ടിയെടുത്ത തുകയുടെ 18% പിഴപ്പലിശ അടക്കം തിരികെ നൽകിക്കൊണ്ടാണ് സർവീസിലേക്ക് പുനർനിയമനം. കുറ്റക്കാർക്കെതിരെ ധനവകുപ്പ് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അന്വേഷണം എങ്ങുമെത്താതെ തുടരുകയാണ്. ഈ സാഹചര്യത്തിലാണ് സർക്കാർ ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ചുകൊണ്ടുള്ള സർക്കാരിന്റെ തന്നെ നടപടി. ഗസറ്റഡ് ഉദ്യോഗസ്ഥർ മുതൽ കോളേജ് അധ്യാപകർ ഉൾപ്പെടെ 1458 പേരായിരുന്നു അനധികൃതമായി പെൻഷൻ തുക കൈപ്പറ്റിയത്. ആദ്യഘട്ടത്തിൽ കുറ്റക്കാരുടെ പേര് വിവരങ്ങൾ പോലും പുറത്തുവിടാതെ അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. ഇതിലേറിയ പങ്കും CPM അനുകൂല സർവീസ് സംഘടനകളിൽപ്പെട്ടവരായതിനാലാണ് സംരക്ഷണം ഒരുക്കുന്നത് എന്ന ആക്ഷേപവും ഉയർന്നിരുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജനങ്ങൾക്കുള്ള കൈത്താങ്ങായാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ നൽകിയിരുന്നത്. ഇത് അർഹതപ്പെട്ടവരിൽ എത്തുന്നു എന്ന് ഉറപ്പാക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അനർഹരെ സംരക്ഷിക്കുന്ന നിലപാട് കൂടിയാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ജനം, തിരുവനന്തപുരം.